മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാണെങ്കിൽ ആ ഗുണ്ടയുടെ അടുത്ത് ചെന്ന് കണ്ണൻ നടന്നോ ഇല്ലയെന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയാണ്. അതേസമയം ഗുണ്ടയാണെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുതാൻ പറ്റാതെ ആകെ വല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ കുത്തി വരച്ചുകൊണ്ട് ഗുണ്ടയാണെങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മേഘനാണെങ്കിൽ നീ എന്താടാ ആളെ കളിയാക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഗുണ്ടയുടെ കയ്യിൽ പിടിച്ച് തിരിക്കുന്നുണ്ട്. അങ്ങനെ ഗുണ്ടയിൽ നിന്നും ഒരു വിവരവും കിട്ടാതെ മേഘനാണെങ്കിൽ വളരെയേറെ വിഷമിക്കുന്നു. അങ്ങനെ കരയാൻ പറ്റാതെ വല്ലാതെ വാ പൊളിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ഗുണ്ട. പിന്നീട് മഹിയും കണ്ണനും ബൈക്കിൽ കറങ്ങുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ ആ യാത്ര തുടരുകയാണ്. അപ്പോൾ മഹി പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലെയാണ്, എന്താണ് ചെയ്യുന്നതെന്ന് കണ്ണേട്ടന് തന്നെ ഇപ്പോൾ ഒരു വെളിവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട് മഹി. അതേസമയം അങ്ങോട്ടേക്ക് നമ്മുടെ പ്രതാപൻ്റെ വണ്ടി വരുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ കരുണയും കൊണ്ട് ചുമ്മാ ഒന്ന് പുറത്തോട്ടെല്ലാം ഇറങ്ങുകയാണ്. കരുണ വീട്ടിൽ തന്നെ ഇരുന്ന് വല്ലാതെ മുഷിയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കരുണയെ കൊണ്ടൊന്ന് ചുറ്റാൻ ഇറങ്ങുകയാണ് പ്രതാപൻ. അതേസമയം പ്രതാപനാണ് കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോന് മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉണ്ണിമോനെ ഉപേക്ഷിച്ചിട്ട് മോളെ വേറെ വിവാഹം ചെയ്യിപ്പിക്കാമെന്ന് പറയുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, ഒരു വിവാഹം തന്നെ നടന്നത് എനിക്ക് മതിയായി, പിന്നെയാണ് ഇനി അടുത്ത വിവാഹം. എന്നെക്കുറിച്ച് ആലോചിച്ച് അച്ഛൻ വിഷമിക്കേണ്ട, ആ ലക്ഷ്മിയുടെ ഭാവി ഇല്ലാതാക്കാനായിട്ട് അച്ഛൻ വേണമെങ്കിൽ നോക്കുക, അല്ലാതെ എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് കരുണ പറയുന്നുണ്ട്. അയാളാണെങ്കിൽ അവൾക്ക് 3/4 സ്വത്തിൻ്റെ അവകാശം എഴുതി കൊടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇനി അവളുടെ മുന്നിൽ ഞാൻ വെറും ഒരു വട്ടപൂജ്യമാണ്, ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല അച്ഛാ, എന്നെ നിർബന്ധിക്കരുതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനോടായിട്ട് കരുണ പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ആകെ വിഷമം വരുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, ഞങ്ങളില്ലാതായി കഴിഞ്ഞാൽ മോളുടെ കാര്യം ഇനി ആര് നോക്കുമെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും എൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും അച്ഛൻ ആലോചിക്കേണ്ട എന്നെല്ലാം പറയുമ്പോഴേക്കും കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അച്ഛ ഹമ്പ് കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പ്രതാപനാണെങ്കിൽ വണ്ടി ഒന്ന് ചവിട്ടുന്നുണ്ട്. അതേസമയം വണ്ടിയുടെ പിറകിൽ വന്ന് കണ്ണൻ്റെയും മഹിയുടെയും ബൈക്ക് ചെറുതായിട്ടൊന്ന് തട്ടുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ചോദിക്കുന്നു, എന്താണ് അതിൻ്റെ നിന്ന് മുഖത്ത് കണ്ണില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും മഹിയാണെങ്കിൽ നോക്കുമ്പോൾ പ്രതാപനും കരുണയുമാണ് വണ്ടിയിലിരിക്കുന്നത്. അങ്ങനെയാണ് ഇവർ ആകെ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെയും കരുണയുടെയും മുന്നിൽപ്പെടാതെ തന്നെ മഹിയും കണ്ണനും അവിടെ നിന്നും തന്ത്രപരമായിട്ട് തന്നെ രക്ഷപ്പെടുകയാണ്. കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യവും ഇവരുടെ കുളമാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അവരവിടെ നിന്നും രക്ഷപ്പെടുന്നത്. പിന്നീട് പ്രതാപനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു മാർക്കോ. അങ്ങനെ പ്രതാപനാണെങ്കിൽ ആ വഴിയെ വരുമ്പോഴും നമ്മുടെ മാർക്കോ ആണെങ്കിൽ പ്രതാപൻ്റെ മുന്നിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ മാർക്കോനെ കാണുന്നതും പ്രതാപനാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിവരച്ചുകൊണ്ട് തന്നെ വണ്ടി ചവിട്ടുന്നുണ്ട്. അങ്ങനെ മാർക്കോ ഫ്രണ്ടിലോട്ട് വരുമ്പോഴും പ്രതാപനാണെങ്കിൽ ആകെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് ഇരുന്ന് മാർക്കോനെ നോക്കുകയാണ്. അയ്യോ മോളെ, മാർക്കോ ആണല്ലോ നിൽക്കുന്നത്, ഇനി എൻ്റെ കഥ കഴിച്ചത് തന്നെയെന്ന് പ്രതാപനാണെങ്കിൽ കരുണയോടായിട്ട് പറയുമ്പോൾ കരുണ പറയേണ്ട, അച്ഛാ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുമ്പോഴേക്കും മാർക്കോ ആണെങ്കിൽ ചാടി ഇറങ്ങിക്കൊണ്ട് പ്രതാപനോട് ഇറങ്ങടോ ഇങ്ങോട്ടൊന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കകത്തുനിന്ന് ഇറക്കുന്നുണ്ട്. അങ്ങനെ മാർക്കോനെ കാണുന്നതും ഭയന്ന് വിറയ്ക്കുന്ന പ്രതാപനാണെങ്കിൽ മുട്ടുവിറച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. ശബരിമലയ്ക്ക് പോയ ഞങ്ങളുടെ പിറകെ ആളെ വിട്ട് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ച തന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലാടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനെ ആണെങ്കിൽ വളരെ പ്രതാപനോടായിട്ട് വളരെ ദേഷ്യപ്പെടുന്നുണ്ട് മാർക്കോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞതല്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോഴേക്കും താനൊന്നും അറിഞ്ഞിട്ടില്ലടോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് പ്രതാപൻ്റെ കോളറെ പിടിച്ച് കുലുക്കുന്നുണ്ട്. തൻ്റെ കഥ ഞാനിപ്പോൾ തന്നെ ഇവിടെ കഴിക്കും, മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ മാർക്കോ ഭീഷണിപ്പെടുത്തുകയാണ് പ്രതാപനെ. ആ മേഘനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും 2-3 പ്രാവശ്യം വഴുതിപ്പോയി, ഇനി എൻ്റെ കയ്യിൽ അവനെ കിട്ടിയാൽ അവൻ്റെ കഥ ഞാൻ കഴിച്ചിരിക്കുമെന്നെല്ലാം പ്രതാപനോടായിട്ട് മാർക്കോ പറയുന്നത് കേൾക്കുമ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ വെറുതെ വിടണം, എൻ്റെ അച്ഛനൊന്നും അറിഞ്ഞതല്ല എന്ന് പറയുമ്പോഴേക്കും നിൻ്റെ അച്ഛനൊന്നും അറിഞ്ഞിട്ടില്ലേ, നിൻ്റെ അച്ഛനാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ നേരെ കല്ല് തുള്ളുന്നുണ്ട് മാർക്കോ. അങ്ങനെ ഒരു തരത്തിൽ നിന്നും മാർക്കോയിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ പ്രതാപനും കരുണയും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുകയാണ്. പിന്നീട് മഹിയാണെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി എത്തുന്നുണ്ട്. തനിക്ക് കനിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം മഹി എണ്ണി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് ആ അമ്മയെ കാണണമെന്നും മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് മഹി. അപ്പോഴേക്കും അമ്മയാണെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ മഹിയെ കണ്ടതും അമ്മയാണെങ്കിൽ മോളെ എന്ന് വിളിക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുന്ന മഹിയാണെങ്കിൽ അമ്മയെ കണ്ടതും വളരെയേറെ സന്തോഷിക്കുന്നു. കാരണം ഞാനിപ്പോൾ പ്രാർത്ഥിച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ എനിക്ക് അമ്മയെ കാണാൻ പറ്റിയല്ലോ എന്നോർത്ത് മഹിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. ആ കാര്യം മഹിയാണെങ്കിൽ അമ്മയോട് പറയുന്നുമുണ്ട്.
മോൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ അമ്മയെ കാണാൻ പറ്റിയല്ലേ എന്ന് തിരിച്ച് കേൾക്കുന്ന മഹിക്കാണെങ്കിൽ വളരെ അത്ഭുതമാകുന്നുണ്ട്. തൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളെല്ലാം അമ്മ വിളിച്ച് നേരെ പറയുന്നത് കേട്ട് മഹിക്കാണെങ്കിൽ അത്ഭുതമാകുന്നുണ്ട്. എന്നിട്ട് മഹിയോടായിട്ട് പറയുന്നുണ്ട്, മോൾ എന്താണെങ്കിലും ഈ കാർത്തിക നാളിൽ ഒരു നല്ല വിശേഷം എല്ലാവരെയും അറിയിക്കും. മോൾക്കും മോനും അത് സംഭവിക്കാൻ പോവുകയാണെന്നെല്ലാം പറയുന്ന സമയത്ത് അവിടെ ഒരു മണി മുഴങ്ങുന്ന കേട്ട് അമ്മയും മഹിയും ഒരേപോലെ തന്നെ തിരിഞ്ഞു നോക്കുകയാണ്. ആ മണിമുഴക്കം കേട്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ സത്യമായിട്ടല്ലേ മോളെ നടന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ നടക്കും, അതുകൊണ്ട് മോള് കാത്തിരുന്നോളാന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.